ഹലോ. മലയാളത്തിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് റിലീസ് സിനിമകളുടെ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, രാവണ പ്രഭു സിനിമ ഇറങ്ങിയിട്ട് ഒരാഴ്ച എങ്ങാണ്ട് ആയതേ ഉള്ളൂ, 4 കോടിക്ക് മുകളിലൊന്നും കളക്ഷൻ നേടി. പക്ഷേ റിലീസ് വരുന്ന സിനിമകൾ ഒരു പ്രത്യേക ക്വാളിറ്റി ഇല്ലെങ്കിൽ അത് ഓടില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സെലിബ്രേഷൻ മൂഡുള്ള സ്റ്റണ്ട്, പാട്ട്, ഡാൻസ്, ഒരു ഫെസ്റ്റിവൽ മൂഡുള്ള സിനിമകളൊക്കെയാണ്, ഒരു കൊമേഴ്ഷ്യൽ സിനിമകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഓടുന്നത്. പക്ഷെ നമ്മളല്ലാതെയും സിനിമകൾ കാണുന്ന ആൾക്കാരല്ലേ. ഇപ്പം വീണ്ടും തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല, വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ചില സിനിമകളുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ട് ഞാൻ കണ്ട ഒരു സിനിമയാണ് മഹേഷിന്റെ പ്രതികാരം. നമ്മുടെ ദിലീഷ് പോത്തന്റെ ആദ്യത്തെ സംവിധാന സംരംഭം, നമ്മുടെ ശ്യാം പുഷ്കറിന്റെ തിരക്കഥ, ബിജി ബാലിന്റെ മനോഹരമായ മ്യൂസിക്, പിന്നെ റഫീഖ് അഹമ്മദ് പോലുള്ള എഴുത്തുകാരുടെ മനോഹരമായ പാട്ടുകളുള്ള നല്ല സിനിമ. നമുക്കറിയാം, ഫഹദ് ഫാസിലിന്റെ മലയാളികളുടെ, നമ്മുടെയൊക്കെ ഒരു നാട്ടുംപുറത്തുകാരൻ മലയാളിയൊക്കെ ആയിട്ട് ആൾക്കാർ അംഗീകരിച്ച് തുടങ്ങിയ ഒരു സിനിമയാണെന്ന് തോന്നുന്നു മഹേഷിന്റെ പ്രതികാരം. കാരണം അതിന് മുന്നേ ഉള്ള കുറച്ച് അർബൻ ക്യാരക്ടേഴ്സ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. ഇതിനകത്ത് തനിയൊരു നാട്ടുംപുറം, ഒരു കട്ടപ്പനക്കാരൻ, ഇടുക്കിക്കാരൻ മഹേഷ് ആയിട്ട് തന്നെ നമ്മൾ അദ്ദേഹത്തെ ഉൾക്കൊണ്ടു. അതുപോലെ മനോഹര പെർഫോമൻസ് ആയിരുന്നു. ഫഹദ് മാത്രമല്ല, ആ സിനിമയ്ക്കകത്ത് വന്ന ഒട്ടുമിക്ക എല്ലാവരും അതെ, അപർണ ബാലമുരളി ആയാലും, അനുശ്രീ ആയാലും, അലൻസീർ ആയാലും, ജാഫർ ഇടുക്കി ആയാലും, പിന്നെ സൗബിൻ ആയാലും, അങ്ങനെ മനോഹരമായ പെർഫോമൻസുകളുടെ ഒരു ഉള്ള ഒരു സിനിമയാണ് മഹേഷിന്റെ പ്രതികാരം. ഈ മഹേഷിന്റെ പ്രതികാരം എന്ന പേര് മാറ്റി നിർത്തി, പേര് മാറ്റണ്ട, ആ സിനിമയ്ക്കകത്ത് നമ്മൾ കുറച്ച് കൂടുതൽ കണക്ട് ചെയ്യുന്ന മഹേഷിന്റെ കുറെ തിരിച്ചറിവുകളാണ്. തിരിച്ചറിവുകൾ, മഹേഷിന്റെ കുറെ തിരിച്ചു വരവുകൾ, അതാണ് ആ സിനിമയ്ക്കകത്ത് നമ്മളെ കണക്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം, മഹേഷിന്റെ നമുക്ക് ആദ്യത്തെ മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയ്ക്കകത്ത് ഉണ്ടായ സംഭവത്തെ കുറിച്ച് പറയാം. നാട്ടിലുണ്ടാകുന്ന, അതായത് കട്ടപ്പന പ്രകാശ് ഉണ്ടാകുന്ന, ആർട്ടിസ്റ്റ് ബേബിയുടെ ഇടയ്ക്ക് ഇടയിലുണ്ടാകുന്ന കശപീശയ്ക്ക് ഇടയ്ക്ക് കയറുമ്പോൾ മഹേഷിന് ജിംസൺ എന്ന ആടുന്ന അടി കിട്ടുന്നതാണ് ആദ്യത്തെ വലിയൊരു അടി കിട്ടുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് തുടങ്ങുന്നത്. ആ അടി കിട്ടി വീട്ടിൽ റെസ്റ്റ് എടുത്തിരിക്കുമ്പോഴാണ് ചെറുപ്പം മുതലേ സ്നേഹിച്ച് സ്വന്തം കൂടെ ഉണ്ടാകുന്ന കരുതിയ കാമുകി വേറൊരു കല്യാണത്തിന് തയ്യാറാകുകയാണ് ഇന്ന് ബൈ പറയാൻ വേണ്ടി ഫോൺ ചെയ്യുന്ന ഒരു സംഭവം. അങ്ങനെ രണ്ട് കാര്യത്തിൽ മഹേഷ് തകർന്നിരിക്കുകയാണ്. അതുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മഹേഷിന്റെ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച്, മഹേഷ് ഫോട്ടോഗ്രാഫിയിൽ എന്തോ വലിയ സംഭവമാണെന്ന് കരുതിയിരിക്കുന്ന മഹേഷ് ഒരു ദിവസം ഫോട്ടോ എടുക്കാൻ ഒരു കുട്ടി കയറി വരും. ജിംസി എന്ന ആൾ കയറി വരികയും ആ കുട്ടി വനിതയുടെ കവറുകൾ നിറയ്ക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുത്തു തരുമോ ചേട്ടാ എന്ന് ചോദിക്കും. ഒരു ഫോട്ടോ എടുത്തു കൊടുക്കുമ്പോൾ, ചേട്ടാ ഇത് എന്തൊരു ഫോട്ടോയാണ്, ഇതിന്റെ ആധാർ കാർഡിനെക്കാട്ടിലും കുറച്ചുകൂടെ കൊള്ളാവുന്ന ഫോട്ടോ, ചേട്ടൻ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലല്ലേ എന്ന് പറയുന്നിടത്ത് താൻ ഫോട്ടോഗ്രാഫി എന്തോ ആണെന്നുള്ള ആ ഒരു സംഭവം അങ്ങ് പൊടിഞ്ഞടങ്ങി. അങ്ങനെ മഹേഷിന് കുറെ നെഗറ്റീവ് സംഭവങ്ങൾ ബാക്ക് ടു ബാക്ക് സംഭവിക്കുന്നതാണ് അതിനകത്ത് വരുന്നത്. പക്ഷെ ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ മഹേഷിനെ കുറച്ച് തിരിച്ചറികൾ ഉണ്ടാകുന്ന ഈ സംഭവങ്ങൾ കൂടാണ്. ഒന്ന്, നമുക്ക് അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണം കാമുകിയുടെ കാര്യം തന്നെ പറയാം. ചെറുപ്പം മുതലേ നമുക്ക് അതിന്റെ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഫോം വിളിക്കുന്ന സീനാണ് ഈ സിനിമയ്ക്കകത്ത് ടൈറ്റിൽ കാണിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കാണിക്കുന്നത്. അവരുമായിട്ട് വർഷങ്ങളായിട്ട് സ്കൂൾ മുതലേ ഉള്ള പ്രണയമാണ് മഹേഷിനുള്ളത്. പക്ഷേ സൗമ്യ നാട്ടിൽ വന്നു കഴിഞ്ഞ് സൗമ്യക്ക് നല്ലൊരു ആലോചന, ഒരു കാനഡക്കാരൻ്റെ ആലോചന വരുമ്പോൾ തന്നെ സൗമ്യ വീണ്ടും ഡബിൾ മൈൻഡ് ആകുകയും അച്ഛനും അമ്മയുടെയൊക്കെ സംസാരിക്കുന്നത് കേട്ട് എങ്കിലും അത് തിരഞ്ഞെടുക്കുക എന്ന് കരുതുകയും, എന്നിട്ട് മഹേഷിന്റെ വീട്ടിൽ പോയി ഈ പറഞ്ഞ സൗമ്യയുടെ അച്ഛൻ സംസാരിക്കുന്നു. എന്നിട്ട് സൗമ്യയുടെ ഒരു ഫോം വിളിക്കുന്നു, മഹേഷിന് കൊടുക്കുന്നു. അപ്പം സൗമ്യ കരയുമ്പോഴത്തേന് മഹേഷ് പറയുന്ന ഡയലോഗുണ്ട്, നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി കളഞ്ഞല്ലേ. ശരിക്കും പറഞ്ഞാൽ പലരുടെയും ജീവിതത്തിൽ പലരുടെയും ചോദിക്കാൻ ആൾക്കാരെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ഡയലോഗാണത്. അത് മാത്രമല്ല, ആ ഡയലോഗിന് ശേഷം മഹേഷ് അടുക്കളയിൽ പോയിട്ട് ഒരു ചട്ടിക്കകത്ത് കുറച്ച് ചോറെടുത്ത് വീട്ടിലെ വളർത്തുനായിക്ക് കൊണ്ട് കൊടുക്കുന്ന സീനുണ്ട്. അതിനൊരു ഭയങ്കര മീനിങ് അല്ല സീനിന്. അതായത് ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ എന്നും കൂടെ കാണുന്ന കരുതുന്ന മനുഷ്യരെക്കാളും എത്രയോ ഭേദം, എത്രയോ നന്ദിയുള്ളതാണ് ഇത്തരം വളർത്ത് മൃഗങ്ങൾ എന്നുള്ളൊരു മെസ്സേജ് ആ സിനിമയ്ക്കകത്ത് കാണുന്നത്. അത് മനോഹരമായിട്ട് അതൊക്കെ അങ്ങനത്തെ കുറേ മെസ്സേജുകൾ ആ സിനിമയ്ക്കകത്ത് ഡെലിവർ ആകുന്നത്. അതുപോലെ തന്നെ സൗമ്യ എന്ന് പറയുന്ന മഹേഷിൻ്റെ ആദ്യ കാമുകി പുതിയ കാമുവിനെ കാണാൻ, പെണ്ണ് കാണാൻ തയ്യാറെടുപ്പ് സമയത്ത് ഒരു ചെറിയ പൊട്ടെടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു ഫാൻസി പൊട്ട് തുടങ്ങുന്ന സംഭവമുണ്ട്. മഹേഷിനെ മാറ്റിയിട്ട് കുറച്ചുകൂടെ വലിയൊരാളെ കല്യാണം കഴിക്കുന്നതിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് തന്നെ കരുതാം. ഇങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് കഥകളും മഹേഷിനെ പ്രതികാര സിനിമയ്ക്കകത്ത് ഒത്തിരി ഉണ്ട്. നമുക്ക് മഹേഷിന്റെ ജീവിതത്തിലേക്ക് വരാം. മഹേഷ് കട്ടപ്പനയിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ, അതായത് ഒരു ഫോട്ടോഗ്രാഫി ഒരു തൊഴിലായി കാണുന്ന ഒരാളാണ്. മഹേഷിന്റെ ചാച്ചൻ ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. ഈ മഹേഷും ചാച്ചനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ, ചാച്ചൻ ഈ മഹേഷിന്റെ ചാച്ചൻ ഈ ഫോട്ടോഗ്രാഫി ഒരു പാഷനായിട്ട് കാണുന്ന ആളാണ്. കാരണം ഈ സിനിമ തുടങ്ങുമ്പോൾ നമുക്ക് മഹേഷിന്റെ ചാച്ചനെ കാണാതാകുന്ന ഒരു സീനുണ്ട്. അങ്ങനെ മഹേഷ് തേടി പോകുമ്പോഴത്തേന് പറമ്പിൽ ഈ ചാച്ചൻ രാത്രി വാവല് വന്ന് നമ്മുടെ വാഴക്കൂമ്പി വന്നിരിക്കുന്ന ഫോട്ടോ എടുക്കാൻ ഇരിക്കുകയാണ് രാത്രിയിൽ. അതിനെ ഫ്ലാഷ് അടിച്ചാണ് മഹേഷ് തിരിച്ചറിയുന്നത്. പക്ഷെ അത് ആദ്യം സിനിമ റിവീൽ ചെയ്യുന്നില്ല. അങ്ങനെ ഫോട്ടോഗ്രാഫി പാഷനായിട്ട് കാണുന്ന ഒരാളാണ്. ഒരു ആയ കാലത്ത് നല്ലപോലെ ഒരു ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ട് കാണുന്ന ആളാണ് ചാച്ചൻ. മഹേഷ് പക്ഷേ അച്ഛൻ്റെ തൊഴിൽ പഠിച്ചു ഇങ്ങനെ ഒരു ജീവിക്കാൻ വേണ്ടി ഒരു ജോലി ചെയ്യുന്നല്ല, ഫോട്ടോഗ്രാഫിയോട് അങ്ങനെ അഭിനിവേശം ഒന്നുള്ളതായിട്ട് മഹേഷ് കാണിക്കില്ല. കല്യാണത്തിന് പോകുന്നു, രാഷ്ട്രീയ സമ്മേളനത്തിന് പോകുന്നു, 28 കെട്ടിന് പോയി ഫോട്ടോ എടുക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. അത് മഹേഷ് ഫോട്ടോഗ്രാഫി ഒരു ആവറേജോ അല്ല ആവറേജ് താഴെയാണെന്ന് മനസ്സിലാക്കുന്ന 2 രംഗങ്ങൾ ആ സിനിമയ്ക്കകത്തുണ്ട്. ഒന്ന്, ഈ സിനിമയുടെ സംവിധായകനായ നമ്മുടെ ദിലീഷ് പോത്തൻ എൽദോ ചായൻ എന്ന് പറയുന്ന US ഒരു അച്ചായനായിട്ട് വരുന്നുണ്ട്. അദ്ദേഹം ഒരു പാസ്പോർട്ട് ഫോട്ടോ എടുക്കാൻ വരുമ്പോഴത്തേന് ആ ഫോട്ടോ മഹേഷിന്റെ സ്ഥിരം പരിപാടിയില്ല, ചിൻ പൊടിക്കപ്പ് ഷോൾഡർ ഡൗൺ ചിൻ ഡൗൺ
ഐസ് ഓപ്പൺ റെഡി. അത് കഴിഞ്ഞ് വരുന്ന പാസ്പോർട്ട് ഫോട്ടോ കണ്ടിട്ട് എടുത്ത് നമ്മുടെ ദിലീഷ് പോത്തൻ, അതായത് എൽദോച്ചാനെ കൊടുത്തിട്ട് ഫോട്ടോ കൊള്ളാമല്ലേ എന്ന് അടുത്ത ആൾ നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ ദിലീഷ് പോത്തൻ നോക്കുന്ന നോട്ടമുണ്ട്. അവസാനം ഒരു മൂളിച്ച അതിനകത്ത് തന്നെ ഉണ്ട് എന്തുവാണ് എടുത്ത് വെച്ചിരിക്കുന്ന ആളുകളുടെ മനസ്സിലുള്ളതായിട്ട് നമുക്ക് തോന്നും. അതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം, മഹേഷിന്റെ രണ്ടാമത്തെ കാമുകിയായില്ല, അതിനു മുമ്പേ വരുന്ന ജിംസി, ഈ പറഞ്ഞ കുട്ടി കടയിലേക്ക് കയറി ഒന്ന് വനിതാ കവറുകളിലുള്ള കുറേ ഫോട്ടോ റെഫറൻസ് കാണിക്കുന്നു. ചേട്ടാ ഇങ്ങനത്തെയൊക്കെ ഫോട്ടോ എടുക്കുക. അന്ന് മഹേഷ് അയ്യോ അത് നേരത്തെ പറയണ്ടേ, നമ്മൾ ലൈറ്റൊക്കെ ഒന്ന് പിടിച്ച് കുലുക്കിയിട്ട് നമ്മുടെ ഇതുപോലത്തെ പുറകിലത്തെ ഒരു കർട്ടൻ സ്റ്റുഡിയോയുടെ മാറ്റിയിട്ട് അതിൻ്റെ ഫ്രണ്ട് വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ പിന്നെ മുടിയൊന്ന് പുറകോട്ട് ഇടൂ എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ അവസാനം പാസ്പോർട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന അതേ രീതിയിൽ തന്നെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ആണ് ഈ പറഞ്ഞ പോലെ ജിംസിയും കളിയാക്കി വിടുന്നത്. അങ്ങനെയാണ് മഹേഷിന്റെ ഫോട്ടോഗ്രാഫി ജീവിതവും ചാച്ചന്റെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെ തകർന്നിരിക്കുന്ന മഹേഷ് നമ്മുടെ ക്രിസ്പിനുമായിട്ട്, അതായത് സിനിമയ്ക്കകത്തെ സൗബിന്റെ ക്യാരക്ടർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഏട്ടാ ഞാനൊരു AKPA മെമ്പറായ ഫോട്ടോഗ്രാഫർ, എന്നെക്കുറിച്ച് അങ്ങനെ പറയാമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു ദിവസം ചാച്ചനെ വീണ്ടും സ്റ്റുഡിയോ വെച്ച് കാണാനാകും. നോക്കുമ്പോൾ ചാച്ചൻ സ്റ്റുഡിയോയുടെ ഡാർക്ക് റൂമിൽ കയറി അദ്ദേഹം അന്നെടുത്ത, അതായത് ചാച്ചനെ ആദ്യം കാണാതായ പോയ സമയത്ത് എടുത്ത ഫോട്ടോ ഡെവലപ്പ് ചെയ്യുകയാണ്. ആ ഡെവലപ്പ് ചെയ്യുന്ന ഫോട്ടോയുടെ ഒരു വാവൽ രാത്രി വന്ന് നമ്മുടെ വാഴക്കൊമ്പിലേക്ക് തേൻ കുടിക്കാൻ വന്നിരിക്കുന്നതിൻ്റെ ഒരു ഷോട്ട്. അത് കണ്ടിട്ട് ചാച്ചൻ തന്നെ പറയാണ് നൈസ്. അതായത് സ്വന്തം ക്രിയേറ്റിവിറ്റി എൻ്റെ ഔട്ട്പുട്ട് കാണുമ്പം അത് ചെയ്ത് കിട്ടുന്ന ഒരു സന്തോഷം, ലോകത്ത് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സംഭവമാണത്. മോർ ദാൻ എനിത്തിങ് ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ. അത് ചാച്ചൻ കൊണ്ടാകുന്ന കണ്ട് മഹേഷിന് പെട്ടെന്ന് ചാച്ചനെ നോക്കുകയും വീണ്ടും മഹേഷ് എടുത്ത പഴയ ചിത്രങ്ങൾ പോയി റീവിസിറ്റ് ചെയ്യുകയും ചാച്ചൻ്റെ ഫോട്ടോ ആയിട്ട് കമ്പയർ ചെയ്യുകയും ഒക്കെ നോക്കി മഹേഷ് വീണ്ടും ഫോട്ടോഗ്രാഫിയിൽ വീണ്ടും കുറച്ചുകൂടെ താനൊന്നും അല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷങ്ങളൊക്കെയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ചാച്ചൻ പറയുന്നത് മഹേഷേ ഫോട്ടോഗ്രാഫി പഠിക്കാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പം മഹേഷ് എന്താ പറഞ്ഞ്, ഭക്ഷണം വേണേ വായി വെച്ച് തരാൻ, ചവച്ച് തരാൻ പറയരുത് എന്ന് ചാച്ചനെ പറഞ്ഞ ഡയലോഗുണ്ട്. സത്യം പറഞ്ഞാൽ അതാണ്, നമുക്കൊരാൾക്കൊരു വഴി കാണിച്ചു കൊടുക്കുക, നടക്കേണ്ടത് നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പം അങ്ങനെ മഹേഷ് വീണ്ടും ഈ ചാച്ചൻ്റെ പഴയ ഫോട്ടോസൊക്കെ നോക്കി മഹേഷ് വീണ്ടും ഫോട്ടോഗ്രാഫി റീഇൻവെൻറ്റ് ചെയ്യാൻ, അതായത് ഈ പറഞ്ഞ കളിയാക്കി വിട്ട ജിംസിയുടെ അടുത്ത് തന്നെയാണല്ലോ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എങ്കിലേ ഒരു സന്തോഷം കിട്ടുള്ളൂ. ജിംസി ഒരു ദിവസം കട്ടപ്പന സ്റ്റാൻഡിൽ കൂടെ പോകുമ്പോഴേ ഈ പറഞ്ഞ ക്രിസ്പിൻ്റെ കൂടെ പോയി കുറച്ച് അപ്പൂപ്പൻ താടിയോ പറത്തി വിടുകയും അതിലേക്ക് നമ്മുടെ ജിംസി നോക്കിയിരിക്കുന്ന ഷോട്ട് മാറി ഒന്ന് ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ഫോട്ടോ എടുത്ത് മഞ്ചാടി വാരിയേക്ക് അയച്ചു കൊടുക്കുന്നു. അതിനകത്ത് പ്രസിദ്ധീകരിച്ച് വരുന്നു. അത് കണ്ട് ജിംസി മഹേഷിനെ വീട്ടിൽ എന്ന് പറയുന്നു, ചേട്ടൻ സൂപ്പറാ. അപ്പം മഹേഷ് പറയുന്നുണ്ട് അന്ന് ജിംസി കുറ്റം പറഞ്ഞപ്പോൾ ഞാനൊന്ന് പതറിപ്പോയായിരുന്നേ. സ്നേഹം കൊണ്ട് ആരും സത്യം പറയില്ല. സത്യമാണ്, സ്നേഹം കൊണ്ട് ആരും സത്യം പറയില്ല. എല്ലാം കൊള്ളാമെന്ന്, ഇപ്പം നിങ്ങൾ അനുവേ അത് കൊള്ളാം, അല്ലെങ്കിൽ സുഹൃത്തെ അത് കൊള്ളാം എന്ന് നമ്മളെ പുകഴ്ത്തി പറഞ്ഞല്ല, എന്തെങ്കിലും ഒരു കറക്ഷനോ ഒരു ഇമ്പ്രൂവ്മെന്റോ ഒന്നും ആരും പറഞ്ഞു തരില്ല. ഒന്നെങ്കിൽ നിശ്ചിതമായ വിമർശനം, കളിയാക്കൽ, അല്ലെങ്കിൽ ഏറ്റവും പുകഴ്ത്ത, ഇതിനിടയ്ക്കൊരു പോയിന്റ് ഉണ്ട്, അതൊന്നും ആരും പറഞ്ഞു തരില്ല. ഞാൻ ജിംസി അങ്ങനെ ഒരു ഓപ്പണിംഗ് ആണ് ഈ മഹേഷിന് കൊടുത്തത്. മഹേഷ് വീണ്ടും ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിച്ചു വന്നു. പിന്നെ മഹേഷ് അതിനെ ഒരു പാഷനായിട്ട് തന്നെ കാണുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ സിനിമയ്ക്കകത്ത് ഇങ്ങനത്തെ കുറേ തിരിച്ചറികളൊക്കെ ഉണ്ടാകുന്ന ഒരു വ്യക്തിയായിട്ടാണ് മഹേഷിനെ കാണിക്കുന്നത്. പിന്നെ സിനിമയുടെ ഒരു മേക്കിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ഡീറ്റെയിലിംഗ് ഉള്ള കണക്ഷൻ. നമുക്കറിയാം ആദ്യത്തെ സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് കാണിക്കുന്ന ഒരു ലൂണാറിന്റെ ചെരുപ്പ് കഴുകുന്ന മഹേഷിനെയാണ് കാണിക്കുന്നത്, ഒരു കുളത്തിലോ എവിടെയോ. ആ ചെരുപ്പ് തിരിച്ചിടാനുള്ള ഒരു പോരാട്ടമാണ് സിനിമയുടെ ഇന്റർവെലിന് ശേഷം ഈ സിനിമയുടെ മെയിൻ സിനിമാറ്റിക് എലമെന്റ് എന്ന് പറയുന്നത്. കൂടാതെ ഇതിനകത്ത് ഇടുക്കി എന്ന സ്ഥലത്താണ് ഈ സിനിമ നടക്കുന്നത്. അത് മിടുക്കി എന്ന റഫീഖ് അഹമ്മദ് എഴുതിയ പാട്ട് ബിജിപാൽ മനോഹരമായി സംഗീതം ചെയ്ത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇടുക്കിയെക്കുറിച്ച് ഇതിൽ മനോഹരമായിട്ടൊരു സിനിമയ്ക്കകത്ത് ഒരു പാട്ട് വന്നതായിട്ട് ഓർമ്മയില്ല. ഇടുക്കി കൂടുതൽ സിനിമയ്ക്കകത്തൊക്കെ പാട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ ഇടുക്കിയെക്കുറിച്ച് ഇത്ര മനോഹരമായിട്ട് എല്ലാം കാണിച്ചുകൊണ്ട് ഇടുക്കിയുടെ പ്രകൃതി ഭംഗി, ഇടുക്കിയുടെ ലൈഫ് സ്റ്റൈൽ, അവിടുത്തെ ആളുകൾ, അവിടുത്തെ ഡെയിലി ലൈഫ്, അവരുടെ ബിസിനസ്, അവരുടെ യാത്രകൾ, അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അവിടുത്തെ രാഷ്ട്രീയം, സ്കൂളുകൾ, ബസ്, അങ്ങനത്തെ എല്ലാ കാര്യവും സമഗ്രമായി കാണിച്ചുകൊണ്ടുള്ള ഒരു സോങ്ങോ ലിറിക്സോ ഒന്നും ഉള്ള ഒരു പാട്ടുകൾ ഇതിനു മുന്നേ വന്നിട്ടില്ല. അത് തന്നെ ആ സിനിമയ്ക്കകത്ത് വരാൻ പോകുന്ന ഓൾമോസ്റ്റ് ഒരു 80-90% ആളുകൾ എല്ലാ പാട്ടിൽ കാണിക്കുന്നുണ്ട്. ഈവൻ ആ ജിംസിയെ പോലും നമുക്കറിയാം ബസ് കയറുമ്പോൾ സൈഡിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഡീറ്റെയിലിംഗ് മനുഷ്യരിലേക്ക് അറിയാതെ ഇഞ്ചക്ട് ചെയ്ത് വെച്ചൊരു സിനിമയാണ് മഹേഷിന്റെ പ്രതികാരം എന്ന എലമെന്റ് ആ സിനിമയിലേക്ക് വന്ന് നമുക്കറിയാം. മഹേഷ് കട്ടപ്പന പ്രകാശി വെച്ച് അടികിട്ടാനുണ്ടായ കാരണം തുടങ്ങുന്നത് അവിടെ വെച്ചല്ല. ഒരു മരണ വീട്ടിൽ പോയി മഹേഷ് ഒരു പഴം കഴിച്ചുകൊണ്ടിരിക്കും. അവിടെ നിന്ന് സാബു ഒന്നാൾ ചോദിക്കുക പഴം എങ്ങനെ ഉണ്ട്, കൊള്ളാം എന്ന് പറയുന്നു. ജൈവന എൽദോച്ചായന്റെ പറമ്പിൽ നിന്ന് പറിച്ച എന്ന് സാബു എന്നൊരാൾ പറയുന്നത് കേട്ട് അപ്പുറം നിന്ന് ആൾ ചോദിക്കുകയാണ്, നീ ആരോട് ചോദിച്ചാൽ പറമ്പിക്കുക, കാരണം ഈ എൽദോർ അളിയനാകും, പറമ്പ് നോക്കാൻ എന്നെയല്ല ഏൽപ്പിച്ചത്, നിന്നോട് ആരാ അവിടെ കയറി പറിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാകും തർക്കം മധ്യസ്ഥത വഹിക്കാൻ പോകുന്ന ഒരാളാണ് മെമ്പർ താഹിർ. ഇവർ മധ്യസ്ഥത വഹിക്കുന്ന തർക്കത്തിൽ നിന്ന് ഈ താഹിറിനിട്ട് അവസാനം ഇവരുടെ തിരിച്ച് അടി കിട്ടി ഇയാൾ ദേഷ്യത്തോടെ സൈക്കിൾ എടുത്ത് പോകുന്ന വഴിക്ക്
പോയി ഇടിക്കുന്നത് ഈ മഹേഷിന്റെ കടയുടെ അടുത്തുള്ള ആർട്ടിസ്റ്റ് ബേബിയുടെ അളിയനെയാണ്. ഇയാൾ ദേഷ്യത്തോടെ വീട്ടിൽ പോയി ഇയാളുടെ കയ്യിൽ നെല്ലിക്കയൊക്കെ ഉണ്ട്. ആ നെല്ലിക്കയെല്ലാം താഴെ കാണാതെ പോകുന്നത്, താഴെ വീഴുന്നു, കുറെ കുട്ടികളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ് സിനിമയ്ക്കകത്തുള്ള സീൻ. ആ ദേഷ്യത്തിൽ പുള്ളി വീട്ടിൽ പോയി ഭാര്യയെ തല്ലുന്നു. ഭാര്യ ഉടനെ അവിടെ ഭാര്യയുടെ അയൽവക്കാരുടനെ ഇവരുടെ അളിയനെ ഫോൺ വിളിക്കുന്നു. ഈ ഫോൺ റീചാർജ് ചെയ്യാൻ ഒരു കടയിൽ പോയി ഉണ്ടാകുന്ന തിക്കിലും തിരക്കിലുമാണ്, വാക്കുതർക്കത്തിലാണ് അവിടെ കട്ടപ്പന പ്രകാശിന് അടി നടക്കുന്നത്. ആ അടി തിരിച്ച് ഇടനിലക്കാരനായി പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് പോയ മഹേഷിനാണ് അവിടെ വന്ന ഓട്ടോക്കാരനായ ആളുകളുടെ കൂടെ ഈ ജിംസൺ എന്ന് പറയുന്ന, ശരിക്കും ജിംസിയുടെ സഹോദരനാണ് അത്, മഹേഷിനെ അതിനകത്ത് അടിച്ച് റൊട്ടിയാക്കുന്നത്. ആൾക്കാരുടെ മുന്നിൽ വെച്ചൊക്കെ അടിച്ചിട്ട് ഒരാൾ പോലും മഹേഷിനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായില്ല. തനിക്കൊരു അടി കിട്ടിയപ്പം പിടിച്ച് മാറ്റാൻ പോലും ആരും ഉണ്ടായില്ല. ഇത്രയും നിന്റെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എൻ്റെ കവല വെച്ച് എന്നെ അടിച്ചവനെ ഞാൻ തിരിച്ചടിക്കാതെ എൻ്റെ കാല് ഞാൻ ചെരുപ്പിടില്ല എന്ന് പറഞ്ഞൊരു ശപഥം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മഹേഷ് വീണ്ടും ഈ ജിംസണെ തേടി ഇറങ്ങുന്നത്. പക്ഷേ നമുക്കറിയാം ജിംസൺ എന്ന കഥാപാത്രം പിന്നെ ഗൾഫിലേക്ക് പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ അവിടെയൊക്കെ മഹേഷ് എന്ന് പറഞ്ഞ ആളുടെ ഒരു പരാജയമാണ് കാണിക്കുന്നത്. പക്ഷേ ജിംസനെ തേടിയുള്ള യാത്രയിൽ ജിംസന്റെ വീട്ടിൽ പോകുന്നു. പിന്നെ അതിനുശേഷം ജിംസിയായിട്ട് ബന്ധം ഉണ്ടാകുന്നു. ജിംസി ഈ തിരിച്ചറിയുന്നുണ്ട് മഹേഷ് തല്ലാൻ നിൽക്കുന്നത് തൻ്റെ സഹോദരനെയാണ്. അപ്പോൾ ഒറ്റ ബുദ്ധിയാണ്, ചേട്ടൻ സൂക്ഷിക്കണം, അയാളെ തല്ലിടുന്നത്, നിങ്ങൾ അടി ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സൊല്യൂഷൻ, ഒരു കോംപ്രമൈസിനെ ജിംസി കാല് പിടിക്കാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മഹേഷ് എന്നിട്ടും കേൾക്കാതെ ജിംസനെ പോയി തല്ലാൻ പോകുന്ന ഒരു സീനുണ്ട്. പക്ഷെ ചുമ്മാ ചതിച്ച് തല്ലുന്നില്ല, നേരിട്ട് പോയി സംസാരിക്കുകയാണ്. അന്ന് ജിംസൺ എന്നെയാണ് തല്ലിയത് കട്ടപ്പന പ്രകാശി വെച്ച്, ജിംസനെ തിരിച്ചടിക്കാൻ ഞാൻ ഈ ചെരുപ്പിടില്ല എന്നൊരു കാര്യം പറഞ്ഞിരുന്നു, അതുകൊണ്ട് എങ്ങനെ തുടങ്ങുമല്ലേ എന്ന് പറഞ്ഞ് ജിംസനെ ഹെൽത്ത് നോക്കിയല്ലേ എന്ന് അടി തുടങ്ങാൻ അവിടെ. അതൊരു എന്താ പറയുക, കാര്യം പറഞ്ഞ് സംസാരിച്ച ശേഷമുള്ള അടിയാണ്. അവിടെ അടിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ ജിംസനെ ലോക്ക് ചെയ്ത് മഹേഷ് വിജയിക്കുന്നു, മഹേഷ് സന്തോഷിക്കുന്നു. അങ്ങനെ മഹേഷ് പോയി ഒരു ലൂണാറിനെ ചെരുപ്പ് വാങ്ങിച്ചിട്ട് ജിംസനെ ഹോസ്പിറ്റലിൽ പോയി കാണുന്ന സീനോടെയാണ് കഥ അവസാനിക്കുക. പക്ഷെ അവസാനം ചോദ്യമുണ്ട്. ഞാനും ഈ പറഞ്ഞ ജിംസിയുടെ അടുപ്പത്തിലാണ്, എന്താണ് ജിംസന്റെ അഭിപ്രായം എന്ന് ചോദിക്കുന്നിടത്താണ് കഥ തീരുന്നത്. ഇത് ഒരു മനോഹരമായ കഥയാണ്. ഈ ഒരു സിനിമാറ്റിക് എലമെന്റ് ഇതിനപ്പുറത്തേക്ക് ഇത് ഒരാളുടെ തിരിച്ചറിവ്, അയാളുടെ പ്രതികാരം, അയാളുടെ നഷ്ടങ്ങൾ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മളൊരു സ്മൂത്തായിട്ട് ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പ്രകൃതി കൊണ്ടുവന്ന് കുറേ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് അതൊരു പക്ഷെ നമുക്ക് അത് റിക്കവർ ചെയ്ത് നമ്മൾ അതിലും നല്ലതിലേക്ക് പോകാനുള്ള ഒരു ചവിട്ടുപടിയാണ് എല്ലാം എന്നുള്ളൊരു മെസ്സേജൊക്കെയാണ് ഈ പടത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അപാര പെർഫോമൻസ്, ഗംഭീര ഡയറക്ഷൻ, നല്ല പശ്ചാത്തല സംഗീതം, മ്യൂസിക്, എല്ലാം കൊണ്ട് ഈ സിനിമ ഒരു മലയാള സിനിമയുടെ ഐക്കണിക് സിനിമ, റിയലിസ്റ്റിക് സിനിമ എന്നൊക്കെ പറഞ്ഞ് പുറത്തു കൊണ്ട് കാണിച്ച് നമ്മൾ സാധാരണ കാണുന്ന അവാർഡ് പടങ്ങളെയൊക്കെ മാറ്റി നിർത്തി ഒറിജിനൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എന്നാൽ സിനിമാറ്റിക് ആയിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും നല്ലൊരു പടം എന്ന് എടുത്തു പറയാൻ പറ്റുന്ന സിനിമയാണ് മഹേഷിന്റെ പ്രതികാരം. ഇത് കണ്ട ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും കാര്യമോ ഡയലോഗുകളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റുകൾ ഇട്ടാൽ നമുക്ക് സംസാരിക്കാം. അടുത്ത തവണ മറ്റൊരു സിനിമ കണ്ടതിൻ്റെ കഥയൊക്കെ ആയിട്ട് ഇതുപോലെ ക്യാഷ്വലായിട്ട് സംസാരിക്കാം. ഇത്തരം ഒരു സംഭാഷണമായിരിക്കും ഈ ചാനലിൽ കൂടുതലും കാണാൻ സാധ്യത. അപ്പോൾ വീണ്ടും കാണാം. ബൈ.